ദൈവവുമായി ബന്ധമുള്ള ഏതൊരു മനുഷ്യനും കേട്ടിരിക്കേണ്ട ഈ സന്ദേശം, നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പല ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതം മാറ്റി മറിച്ചിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ ആയിരിക്കും നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ സന്ദേശം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും കൂടെ ചെയ്യണമെന്ന് ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അന്യഭാഷ അതൊരു ദൈവദാനമായ ഒരു ഭാഷയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഒരു സ്വർഗീയ ഭാഷയാണ് അന്യഭാഷ. എന്നാൽ നിർഭാഗ്യവശാൽ വളരെയേറെ വിമർശിക്കപ്പെടുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതുമാകുന്ന ഒരു പ്രാർത്ഥനയാണ് അതർ ടങ്സ് അല്ലെങ്കിൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അന്യഭാഷ പ്രാർത്ഥന വളരെ പ്രയോജനപ്പെടുന്നതാണ് എന്ന് എൻ്റെ ആത്മീയ ശുശ്രൂഷയിലെ ഡെവലപ്മെന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ കുറച്ച് കൂടുതൽ ഉണർവും ഉത്സാഹവും ഏകും എന്നുള്ളതും ഒരു വലിയ സത്യമാണ്. എന്താണ് അന്യഭാഷ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അന്യഭാഷ പ്രാർത്ഥനയെ കുറിച്ച് 1-2 വാക്യങ്ങൾക്കകത്തോ 5-6 പോയിന്റുകൾക്കകത്തോ ഒന്നും നമുക്ക് ഒതുക്കുവാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അത് ദൈവം എത്ര വലുതോ അത്രയും വിശാലമായി കിടക്കുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. തീർച്ചയായും എനിക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം, അന്യഭാഷയ്ക്ക് വേണ്ടി ഒത്തിരി കൊതിക്കുന്നവരുണ്ട്. അന്യഭാഷ പ്രാപിച്ചിട്ട് അതിലൊരു വർധനവുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ വളരെയേറെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പല മേഖലയിലും ഒരു വിടുതൽ, ഒരു സമാധാനം, ഒരു സ്വസ്ഥത അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം പ്രയോജനപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെട്ട, സമയബന്ധിതമായ ഒരു സന്ദേശമായിരിക്കും ഈ സന്ദേശമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അന്യഭാഷ പ്രാർത്ഥനയിൽ ഒരു വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ തന്നെ ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാലേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ? ഇല്ല. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാലേ ദൈവം മറുപടി നൽകത്തുള്ളൂ? ഇല്ല. എന്നാൽ എവിടെയാണ് അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറു സന്ദേശത്തിലൂടെ പരിശോധിക്കാനായി പോകുന്നത്. നമുക്ക് സസന്തോഷം ഈ വചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് അന്യഭാഷ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഈ അന്യഭാഷ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സൂപ്പർ നാച്ചുറൽ ഫോം ഓഫ് പ്രെയർ ആണ്. ഇതൊരു സൂപ്പർ നാച്ചുറൽ തന്നെയാണ്. കാരണം ഈ ഭാഷ തന്നെ സൂപ്പർ നാച്ചുറൽ ആണ്. ഇതൊരു CBSE സിലബസ് പഠിച്ചൊരു വ്യക്തിക്കോ ICSE സിലബസ് പഠിച്ചൊരു വ്യക്തിക്കോ അവരുടെ പഠന കാലയളവിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അല്ല ഈ സ്പിരിറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് തികച്ചും സൂപ്പർ നാച്ചുറൽ റിലത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറലായി ഒരു മനുഷ്യന്റെ ആത്മാവിലേക്ക് ദൈവം പകർന്നു കൊടുക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ ലാംഗ്വേജ്. വ്യത്യസ്തമാകുന്ന ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ലാംഗ്വേജുകൾ, പ്രാർത്ഥനാ ശൈലികൾ ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ട് എന്ന് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന നിമിഷങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും അതുപോലെ വ്യത്യസ്തമാകുന്ന ഭാഷകളിൽ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്ന ഈ കാര്യം വേഗത്തിൽ 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 മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊരു സൂപ്പർ നാച്ചുറൽ ഫോം ഓഫ് പ്രെയർ ആണ്. ഇത്
നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് ഒരു മനുഷ്യനെ എനേബിൾ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ഈ ഒരു പ്രാർത്ഥനയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്താണ് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഘടകമെന്ന് ചോദിച്ചാൽ, അവനൊരു അതിയായ ഒരു ദാഹം ഈ ഒരു ഭാഷയോടുണ്ടാകണം. 2, ഈ ഭാഷ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇത് പഠിച്ചു പറയുന്നവരുണ്ടായിരിക്കാം, ഇത് വികൃതമായി സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഞാൻ അതിലേക്കൊന്നും എൻ്റെ ഈ സന്ദേശം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു കാലം ഇത് കള്ളമാണെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ആ മനുഷ്യനാകുന്ന ഞാൻ ഇതെന്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കിതിനെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് പ്രാഗൽഭ്യമുണ്ട്. നമുക്ക് ഈ ഒരു ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് തിരിച്ചറിയാൻ പറ്റാത്ത, ഒരു മനുഷ്യ ബുദ്ധി കൊണ്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു മനുഷ്യ ചിന്ത കൊണ്ടും വിവേകം കൊണ്ടും ഇതിനെ തിരിച്ചറിയാൻ പറ്റാത്ത, എന്നാൽ മർമ്മങ്ങളായി സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ദൈവത്തിന്റെ ഭാഷയാകുന്ന അന്യഭാഷ. വചനം വ്യക്തമായി ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, ഇത് ദൈവത്തോട് സംസാരിക്കാൻ ദൈവത്തിന്റെ മനുഷ്യന് ദൈവത്താൽ നൽകപ്പെട്ട ഒരു ഭാഷയാണ്. ഇത് ദൈവത്തോട് സംസാരിക്കാൻ ദൈവത്തിന്റെ മനുഷ്യന് ദൈവത്താൽ നൽകപ്പെട്ട ഒരു ഭാഷയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പല 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 പ്രതിസന്ധികൾക്കകത്ത്, സ്ട്രഗ്ലിങ്സിനകത്ത്, സാക്രിഫൈസിനകത്ത്, ദുഃഖത്തിനകത്ത്, പിരിമുറുക്കങ്ങൾക്കകത്ത്, സ്റ്റാഗ്നേഷന്റെ അകത്ത് പെട്ടുപോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിലേക്ക് ഞാൻ ഈ സന്ദേശം കൊണ്ടുവന്ന് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തോട് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുവാൻ ഏറ്റവും നല്ല ഭാഷയാണ് അന്യഭാഷ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് പോലെ ഞാൻ എങ്ങനെ ഈ വിഷയങ്ങൾ ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കും? തീർച്ചയായിട്ടും സ്വാഭാവികമായും ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തിനുമുള്ള മറുപടി ദൈവത്തിന്റെ വചനത്തിനകത്ത് തന്നെയുണ്ട്. ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം. നമ്മുടെ വിഷയത്തിന്റെ എല്ലാ ഘടകങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തിന്റെ എല്ലാ ഘടകങ്ങളും നമുക്ക് നമ്മുടെ നമ്മുടെ സ്വാഭാവിക ഭാഷയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തി ദൈവസന്നിധിയിൽ എത്തിക്കുക അസാധ്യമാണ്. ഇപ്പോ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് പറയാം. ചില വചനങ്ങളെ കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ വചനങ്ങളെ കൊണ്ട് ഭയങ്കര ആഴമായ ഒരു അനുഭവമായിരിക്കും എനിക്കുള്ളത്. ഞാൻ ശുശ്രൂഷിക്കുന്ന വചനത്തെ കുറിച്ച് ഞാൻ അന്നത്തെ ദിവസം ഒരു സഭയിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ എടുക്കുന്ന ഒരു വചനം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള, എനിക്ക് സാക്ഷ്യമുള്ള വചനങ്ങളായിരിക്കാം. എന്നാൽ പലപ്പോഴും അത് നിങ്ങളിലേക്ക് വചനം കൊണ്ടുവന്ന് അത് മാക്സിമം ഔട്ട്പുട്ട് ആ വചനത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പരിമിതികൾ അനുഭവിക്കാറുണ്ട്. കാരണം എൻ്റെ അനുഭവത്തെ, ഞാൻ അനുഭവിച്ചതിനെ എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കുക പലപ്പോഴും ഞാൻ പരാജയപ്പെടാറുണ്ട്. കാരണം അത് എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവത്തെ എൻ്റെ വാക്കുകൾ കൊണ്ട് എൻ്റെ ജനത്തിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നിടത്ത് ഞാൻ ഒത്തിരി പരിമിതികൾ അനുഭവിക്കുന്നു. എന്നാൽ അന്യഭാഷ സംസാരിക്കുന്ന ആ ആത്മാവിലൂടെ ഒരു മനുഷ്യൻ ദൈവത്തോട് അവന്റെ വിഷയങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അവിടെ പരിമിതികളില്ല എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുന്നു. പരിമിതികളില്ലാതെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഭാഷയാണ് ദൈവത്തിന്റെ ഭാഷയായ അന്യഭാഷ. ഹല്ലേലൂയ.
അതങ്ങനെ സംസാരിക്കുന്ന മണിക്കൂറുകൾ സംസാരിക്കുന്ന ദൈവമക്കൾ, മണിക്കൂറുകൾ ആ ഭാഷയിൽ സംസാരിക്കുന്ന ദൈവദാസന്മാർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് നിയന്ത്രണ രേഖയില്ലാതെ സംസാരിക്കാൻ പറ്റുന്നത് ദൈവത്തോടാണ്. എത്ര പേർ ആ വാക്കിന് ആമേൻ പറയും? ഒരു മനുഷ്യന് നിയന്ത്രണ രേഖയില്ലാതെ, ദൈവമക്കളെ, ഈ ലോകത്തിൽ ആരോടും നമുക്ക് സംസാരിക്കാനും നിയന്ത്രണ രേഖയുടെ അതിർത്തികളുണ്ട്. എന്നാൽ ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് അതിർത്തികളില്ല. ലോകത്തിൽ എത്ര 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 ക്ലോസ് ഫ്രണ്ടിനോട് സംസാരിക്കാനും സമയങ്ങളുണ്ട്. എന്നാൽ ദൈവത്തോട് സംസാരിക്കാൻ സമയങ്ങളില്ല. നിങ്ങൾക്ക് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഏതൊരു സാഹചര്യത്തിലും ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഏത് സമയത്തും അവിടത്തോട് നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്ക് അവിടുത്തെ വാതിലിന്മേൽ നോക്ക് ചെയ്യാം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, നോക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദൈവഭക്തൻ എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന വാതിലാണ് ദൈവത്തിന്റെ വാതിൽ. ഹല്ലേലൂയ. ഇതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഡീപ് കണക്ഷൻ ഉണ്ടാവും ദൈവവുമായിട്ടൊരു ഡീപ് കണക്ഷൻ. കാരണം നമ്മൾ ദൈവത്തിന്റെ ആത്മാവിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ സാംസങ്ങിന്റെ CEO നിങ്ങളുടെ വീട്ടിൽ വരുന്നെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ അദ്ദേഹം എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിയും. നമ്മുടെ കയ്യിൽ അവരുടെ കമ്പനിയുടെ, സാംസങ്ങിന്റെ കമ്പനിയുടെ ഏറ്റവും നല്ലൊരു പ്രീമിയം ഫോണാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സാംസങ് കമ്പനിയുടെ സ്മാർട്ട് വാച്ച് ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സാംസങ് കമ്പനിയുടെ എയർപോഡ് അല്ലെങ്കിൽ ഹെഡ്ഫോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. മൊത്തത്തിലൊരു സാംസങ് ഫാമിലി ആയിട്ട് അദ്ദേഹത്തിന് നിങ്ങളെ കാണുമ്പോൾ തോന്നിയാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളൊരു വികാരം എന്തായിരിക്കും? തീർച്ചയായിട്ടും നിങ്ങളോട് കുറച്ചുകൂടെ അദ്ദേഹം ക്ലോസ് ആകും. കാര്യം എന്താ വെച്ചാൽ അവരുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ, എയർപോഡ്, വാച്ച് എല്ലാം അവരുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സെയിം തിങ് ഒരു ആപ്പിൾ കമ്പനിയുടെ CEO നിങ്ങളുടെ വീട്ടിൽ വന്നാലും ഇത് അവരുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രത്യേക താല്പര്യങ്ങൾ കുറച്ചുകൂടി ക്ലോസ് ആകും. ഇതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ചലിക്കുമ്പോൾ, നമ്മൾ ജനത്തോട് ഇടപഴകുമ്പോൾ ദൈവത്തിന് നമ്മളോടുണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പരിമിതി അനുഭവിക്കുന്നു. കാരണം ഞാൻ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ എന്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് നിങ്ങളോട് അത് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പരിമിതി അനുഭവിക്കുന്നു. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ലാംഗ്വേജ് ആണ് അന്യഭാഷ, ടങ്സ് പ്രയർ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും കൂടെയാണ് സംസാരിക്കുന്നത്. എന്റെ അനുഭവങ്ങളുടെ തെളിവുകൾ എവിടെയെന്ന് ചോദിച്ചാൽ അത് എന്നിൽ ഒതുങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാവും. ഒരു സ്പിരിച്വൽ എഡിഫിക്കേഷനും ഒരു സ്പിരിച്വൽ സ്ട്രെങ്തനിങ്ങും ഉണ്ടാകും. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് ചോദിച്ചാൽ നമ്മളൊരു പരിഷ്കൃത മനുഷ്യനായിത്തീരും. എങ്ങനെ പരിഷ്കൃത മനുഷ്യനായിത്തീരും? ലോകത്തിന്റെ പരിഷ്കൃതത്തെ കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുന്നത്, ഒരു സ്പിരിച്വൽ എഡിഫിക്കേഷനെ കുറിച്ചാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുന്ന സമയം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീക വർധനവ് വരുത്തുന്നു. കണ്ട, ഒരു എഡിഫിക്കേഷൻ, സ്പിരിച്വൽ എഡിഫിക്കേഷൻ. നിങ്ങൾ പ്രാർത്ഥനയിൽ തളർന്നു പോകുന്നത് ഒരു സ്പിരിച്വൽ എഡിഫിക്കേഷന്റെ പര്യാപ്തത കൊണ്ടാണ്. നിങ്ങൾക്ക് വിശ്വാസത്തിൽ നിങ്ങൾ മടുത്തു പോകുന്ന ഒരു സ്പിരിച്വൽ എഡിഫിക്കേഷൻ സംഭവിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോകുന്നത് ഒരു സ്പിരിച്വൽ എഡിഫിക്കേഷൻ അവിടെ സംഭവിക്കാത്തത് കൊണ്ടാണ്. ഒരേ സമയം സ്പിരിച്വൽ എഡിഫിക്കേഷനും ഒരു സ്ട്രെങ്തനിങ്ങും കൂടെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ എഡിഫിക്കേഷനും ഒരു സ്ട്രെങ്തനിങ്ങും ഇവിടെ സംഭവിക്കുന്നു എന്ന് ദൈവവചനത്തിൽ അനുഭവസ്ഥനായ, അതിൽ എക്സ്പീരിയൻസ്ഡ് ആയ, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ദൈവത്തിന്റെ അപ്പോസ്തലൻ സംസാരിക്കുകയാണ്. തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുന്നു. നിങ്ങൾക്ക് ശുശ്രൂഷയിൽ
പ്രയോജനപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ കരുത്തുറ്റവരാകണമെങ്കിൽ, നിങ്ങൾ പതറിപ്പോകാതിരിക്കണമെങ്കിൽ, നിങ്ങൾ വീട് പോകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി അധികമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, നിങ്ങൾ ഈ ആത്മാവിൽ പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ആത്മാവിൽ പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ. മൂന്നാമത്തെ ഭാഗം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ വിഷയമൊക്കെ മലയാളത്തിൽ നമ്മൾ പറഞ്ഞ് സമാധാനിക്കുന്നത് പോലെ നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് സമാധാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലല്ലേ ദൈവത്തോട് എത്തത്തുള്ളൂ, ദൈവത്തിൽ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാക്കുകയുള്ളൂ എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ വാക്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ കാണാം, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഒരു പക്ഷവാദം ചെയ്ത് ഒരു സ്പിരിച്വൽ, ഒരു ഹോളി സ്പിരിറ്റ് ഇന്റർസെഷൻ നമുക്ക് ലഭിക്കുന്ന ഒരു ടൈമാണ് നമ്മൾ അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ. ഒരു ഹോളി സ്പിരിറ്റ് ഇന്റർസെഷൻ നമുക്ക് ലഭിക്കുന്നു. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരു ബലമാണ്, അല്ലെ? നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരാണ്, അല്ലെ? എന്നാൽ ഇവിടെ നമ്മൾ പറയാതെ തന്നെ ദൈവത്തിന്റെ ഭാഷയിൽ, ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ നിറയുമ്പോൾ ഒരു ഹോളി സ്പിരിറ്റ് ഇന്റർസെഷൻ നമുക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ടങ്സ് പ്രയർ ടൈം എന്ന് പറയുന്നത്. എസ്പെഷ്യലി എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ, അതായത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മിനിസ്ട്രിയുടെ പേരാണ്. ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് അന്യഭാഷ പ്രാർത്ഥനയാണ്. ഏറ്റവും കൂടുതൽ ഈ പ്ലാറ്റ്ഫോം കണ്ടിട്ടുള്ള പ്രാർത്ഥന അന്യഭാഷ പ്രാർത്ഥനയാണ്. ഇവിടെ മലയാളത്തിൽ പ്രാർത്ഥന വളരെ കുറവാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനലിൽ കിടക്കുന്ന മറ്റു വീഡിയോസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും, അതിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയാൻ സാധിക്കും. ഒരു ഹോളി സ്പിരിറ്റ് ഇന്റർസെഷൻ ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഈ ലോകത്തിൽ വേറെ, ഞാൻ പറയുന്ന വാക്കിൽ തെറ്റിദ്ധരിക്കരുത്, വേറെ ആരുടെ പ്രാർത്ഥന ഇല്ലെങ്കിലും അവന് ധൈര്യത്തോടെ മുൻപോട്ട് പോകണം. കാരണം സാക്ഷാലാകുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ഏത് മനുഷ്യന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നിലച്ചാലും, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിലും, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിലും, ഒരു മനുഷ്യൻ നിങ്ങളെ കെയർ ചെയ്യുന്നില്ലെങ്കിലും, സാക്ഷാൽ ദൈവത്തിന്റെ ഒരു കെയർ ആൻഡ് സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുൻപോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം അതിന്റെ 20-ാമത്തെ വാക്യം, ഒരു ലേഖനമേ യൂദായിക്കുള്ളൂ, അതിന്റെ 20-ാമത്തെ വാക്യം നോക്കുമ്പോൾ, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് ഇവിടെ യൂദ രേഖപ്പെടുത്തുമ്പോൾ, ഒരു വ്യക്തിക്ക് ആത്മീക വർധനവ് വരുത്തുന്നതും താൻ പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധ ആത്മാവിലാണ്, ആ ലാംഗ്വേജിലാണ് എന്ന് യൂദ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് ആക്സസ് ടു ഡിവൈൻ മിസ്റ്ററീസ് ആൻഡ് റെവലേഷൻസ്. ദൈവത്തിന്റെ ഡിവൈൻ മിസ്റ്ററീസ്, ദൈവത്തിന്റെ നിഗൂഢമായ കാര്യങ്ങളെ കുറിച്ച് ഒരു മനുഷ്യന് മനസ്സിലാക്കാനും ഡീപ്പായിട്ടുള്ള റെവലേഷൻസ് നമുക്ക് ദൈവസന്നിധിയിൽ അക്വയർ ചെയ്യാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങളൊരു ശുശ്രൂഷകനാണെങ്കിൽ തീർച്ചയായിട്ടും ബൈബിൾ പഠനം മാത്രം പോരാ, ഒരു റെവലേഷൻ കൂടെ വേണം. കാരണം ഒരു വാക്യത്തിനകത്ത് കോടിക്കണക്കിന് അർത്ഥങ്ങളുണ്ട് എന്ന് എന്റെ ശുശ്രൂഷയിൽ ഞാൻ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കോടിക്കണക്കിന് അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ, മിസ്റ്ററീസ്, റെവലേഷൻസ്
ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവത്തിന്റെ പക്കലുള്ള ഈ മിസ്റ്ററീസ് ആൻഡ് റെവലേഷൻസ് ഒരു ആർക്കാണ് അതിനെ സ്വീകരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അത് ദൈവവുമായി ഒരു കണക്ഷൻ ഉള്ള മനുഷ്യനാണ് അത് സാധിക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആത്മാവിന് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ദൈവം അത് കൊടുക്കുന്നത്. പരിധികളില്ലാതെ കൊടുക്കും, അളവില്ലാതെ കൊടുക്കും. നിങ്ങളത് ആഗ്രഹിക്കുന്നു എങ്കിലെന്നല്ല, നിങ്ങളത് ആഗ്രഹിക്കണം. ദൈവത്തിന്റെ മിസ്റ്ററീസ്, റെവലേഷൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ, നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും, സഭാ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട മേഖലയിലാണെങ്കിലും, നമ്മുടെ ജോലിയിലാണെങ്കിലും, നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും, നമ്മുടെ അപ്പൻ മക്കൾ ബന്ധത്തിലാണെങ്കിലും നമുക്കൊരു റെവലേഷൻ ഉണ്ടായിരിക്കണം. നമുക്കൊരു റെവലേഷൻ വേണം. എന്തിൽ? ദൈവവചനത്തിലുള്ള റെവലേഷൻ. കാരണം ഞാൻ ഈ പറഞ്ഞ മേഖലകൾക്കകത്താണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ സാത്താൻ ഏറ്റവും കൂടുതൽ നമ്മളെ സ്ട്രഗിൾ ചെയ്യിക്കുന്ന മേഖല ഞാൻ ഈ പറഞ്ഞ മേഖലകൾക്കകത്തായിരിക്കും. ഒന്നുകിൽ തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ കുടുംബ തകർച്ച, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കകത്ത് വളർച്ചയില്ലായ്മ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഡ്രൈനസ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമുക്ക് വല്ലാത്ത തരത്തിലുള്ള ഫൈറ്റ്, പോരാട്ടം, പിണക്കങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള സ്ട്രഗിൾസിനെ ഒരു മനുഷ്യന് വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് അതിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെവലേഷൻ വേണം. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി കൊണ്ട് അവിടെ പ്രതികരിക്കും. നമ്മള് ശരീരബലത്തിൽ, യുദ്ധത്തിൽ നമ്മൾ അവിടെ ഏർപ്പെടും. എന്നാൽ അവിടെ നമുക്ക് ശരീരയുദ്ധമല്ല വേണ്ടത്, ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ് വേണ്ടത്. ആ ബന്ധങ്ങളെ തകർക്കുന്ന, ആ വരുമാന മാർഗങ്ങളെ തടയുന്ന, ആ സമാധാനമില്ലായ്മ സൃഷ്ടിക്കുന്ന, ആ തകർച്ച കൊണ്ടുവരുന്ന, ആ ഡ്രൈനെസ് കൊണ്ടുവരുന്ന, ആ സ്പിരിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ശരീരാഭ്യാസം കൊണ്ടുള്ള യുദ്ധമല്ല വേണ്ടത്. നമ്മൾ സ്പിരിച്വൽ വാർഫെയർ ആണ് നടത്തേണ്ടത്. ഹല്ലേലൂയ. സ്പിരിച്വൽ വാർഫെയർ ആണ് നടത്തേണ്ടത്. ആ സ്പിരിച്വൽ വാർഫെയർ നമുക്ക് നടത്തണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനകത്ത് ജീവിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനുമായിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2:10 പറയുന്നത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. കണ്ടോ, ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. ദൈവത്തിന്റെ ആഴങ്ങൾ അറിയാൻ കഴിഞ്ഞാലേ നമുക്കൊരു സ്പിരിച്വൽ ഡെലിവറൻസ് ഉണ്ടാകുകയുള്ളൂ, സക്സസ് ഉണ്ടാകുകയുള്ളൂ. പിന്നെ നമുക്കുണ്ടാകുന്ന അടുത്തൊരു ബെനിഫിറ്റ് ആണ്, നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ, നമുക്ക് സ്വർലോകങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ, സ്വർലോകങ്ങളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ. അതാണ് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത്. പൈശാചിക മണ്ഡലത്തോട് അതിശക്തമായി നമുക്ക് എതിർക്കാനും അതിനെ ജയിക്കാനുമുള്ള ഒരു ദൈവിക അതോറിറ്റി നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അന്യഭാഷയിലെ പ്രാർത്ഥനയിലാണ്. പലരും പൈശാചിക ശക്തികളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. രോഗങ്ങൾ, പീഡകൾ, പീഡനങ്ങൾ, തകർച്ചകൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഭയം, ആത്മഹത്യ ടെൻഡൻസി, അങ്ങനെ പല നിലകളിൽ പൈശാചിക പീഡനങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ അധികമായി നിറയാൻ വാഞ്ചിക്കുക, കൊതിക്കുക. നിങ്ങൾക്കൊരു ഭയങ്കര ഡെലിവറൻസും ഒരു സക്സസും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. ദ ലാസ്റ്റ് വൺ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം അതിന്റെ 28-ാമത്തെ അധ്യായം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം അതിന്റെ 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 28-ാമത്തെ അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു 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 ബെനിഫിറ്റ് അവിടെ യെശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിക്കി വിക്കി പറയുന്ന ധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രമം എന്ന് പറയുന്നു എന്ന് അവരോട് അരുളി ചെയ്തു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. വളരെ 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 വിലപ്പെട്ട ഒരു വാക്യമാണ്. കാരണം അന്യഭാഷ ഇല്ല എന്നും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണ്ട എന്നും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല എന്നുമൊക്കെ മത്സരിച്ച് സംസാരിക്കുന്നവർക്ക് വളരെ വളരെ വലിയൊരു ഉത്തരം നൽകുന്ന ഒരു വാക്യമാണ് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 28-ാമത്തെ അധ്യായം 11-12 വാക്യം. കാരണം ഒരു മനുഷ്യന് റിഫ്രഷിംഗ് ആൻഡ് റെസ്റ്റ് ടൈം കിട്ടുന്ന ഒരു സമയമാണ് അന്യഭാഷയിലെ പ്രാർത്ഥന. ഹല്ലേലൂയ. റിഫ്രഷിംഗ് ആൻഡ് റെസ്റ്റ് ടൈം.
ഉന്മേഷവും സ്വസ്ഥതയും. ഞാൻ വളരെ തളർന്നിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ അല്പസമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ ഒരു കോഫി കുടിക്കുന്നതിനേക്കാൾ അധികം ഉണർവ് എനിക്ക് എന്റെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്നത് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉണരുകയാണ്. എന്നാൽ ഞാനിവിടെ എന്റെ റെസ്റ്റ് ടൈമാണത്. റെസ്റ്റ് ടൈം, എനിക്ക് റെസ്റ്റ്. ഇപ്പൊ ഞാൻ റെസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് പകരം ഞാൻ ഇതുപോലെ ഇരുന്ന് ഞാൻ അന്യഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഞാൻ റെസ്റ്റ് ആണ്. എനിക്ക് ഇത്ര പോലും നിങ്ങളോട് സംസാരിക്കുന്ന അത്ര പോലും സ്ട്രെയിൻ ഇല്ല. എത്ര ശക്തനായ ദൈവം! ആ ശക്തി നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്ന ദൈവം. ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. മനസ്സിലാകണമെന്നാണ് എന്റെ ആഗ്രഹം. ഹല്ലേലൂയ! എത്ര ശക്തനായ ദൈവം! ആ ശക്തി നമ്മിലേക്ക് പകർന്നു തന്നിരിക്കുന്ന ദൈവം. ഇവിടെ യെശയ്യാവ് പറയുന്നു, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ. ഇതാകുന്നു വിശ്രമം എന്ന് അവർ അവരോട് അരുളി ചെയ്തു, എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായി. God's kind of language, ദൈവത്തിന്റെ ഭാഷ, ദൈവം സംസാരിക്കുന്ന ഭാഷ. ആ ഭാഷ ദൈവത്തോട് സംസാരിക്കേണ്ട ഭാഷ. ഒരിക്കലും അന്യഭാഷയിൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല, പ്രസംഗിക്കരുത്. കാരണം എല്ലാവർക്കും അന്യഭാഷ വ്യാഖ്യാനിക്കാൻ വരമുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം. എന്നാൽ ഒരുമിച്ചിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ഇപ്പൊ ഞാനും എന്റെ വൈഫും കൂടെ ഒരുമിച്ചിരുന്നാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തെറ്റില്ല. കാരണം അവൾ എന്നോടല്ല സംസാരിക്കുന്നത്, ഞാൻ അവളോടല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോടാണ് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്റെ വീട്ടിൽ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ നിങ്ങളോട് അന്യഭാഷയിൽ സംസാരിക്കുന്നത് തെറ്റ്. കാരണം നിങ്ങൾക്ക് അന്യഭാഷ വ്യാഖ്യാനിക്കാനുള്ള വരമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് നിങ്ങൾ ചായ കുടിച്ചോന്ന് ഞാൻ എങ്ങനെ അന്യഭാഷ ചോദിക്കും? ഞാനൊരു ചായ എടുക്കട്ടെ എന്ന് എങ്ങനെ ചോദിക്കും? നിങ്ങൾ ഫുഡ് കഴിച്ചോന്ന് ഞാൻ എങ്ങനെ ചോദിക്കും? നമുക്ക് എല്ലാത്തിനും നമുക്ക് ദൈവം ജ്ഞാനം തന്നിട്ടുണ്ട്. ഇവിടെയാണ് അന്യഭാഷയെ വിമർശിക്കുന്ന ഒരു ഘട്ടം വരുന്നത്. എല്ലാത്തിനും ദൈവം ജ്ഞാനം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്, പഠനം തന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് നാം ബുദ്ധിയോടുകൂടെ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കാൻ നാം മനസ്സ് കാണിക്കുകയാണെങ്കിൽ ഏത് കീറാമുട്ടിക്കും, ഏത് പർവ്വത സമാനമായ വിഷയങ്ങൾക്കും, ഏത് കുന്നും മലയും പോലിരിക്കുന്ന വിഷയങ്ങൾക്കും ഈ പ്രാർത്ഥനയിൽ മഹാമറുപടിയുണ്ട്. ഹല്ലേലൂയ! വലിയ ഉത്തരവുണ്ട്. ഭയങ്കര ഡെലിവറൻസ് ആയി പ്രയർ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ആ ഭാഷ നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ഭാഷ സ്വീകരിക്കാൻ വാഞ്ചിക്കുക, വിശ്വസിക്കുക, ദൈവത്തോട് ചോദിക്കുക. ദൈവമാണ് നമ്മുടെ മേൽ പകരം. ആരും കൈവച്ചിട്ടല്ല ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചത്, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു. സാക്ഷാൽ ദൈവം കൈവച്ചിട്ടാ പ്രിയപ്പെട്ടവരെ. സാക്ഷാൽ ദൈവമാണ് എന്റെ മേൽ അത് പകർന്നത്. സോ നിങ്ങൾക്കും ദൈവത്തോട് ചോദിക്കാം, ദൈവം തരും. തീർച്ചയായും സൗജന്യമായിട്ടാണ് അവിടുന്ന് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട്, നിങ്ങൾക്ക് അധികാരമുണ്ട്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. ധൈര്യമായിട്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, അവിടെ നിങ്ങളെ നിറയ്ക്കും. ആ ഭാഷകളിൽ നിങ്ങൾ സംസാരിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾ അതിലേക്കായി വാഞ്ചിക്കുക. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ കൂട്ടായ്മ. ഇതൊരു മീഡിയ മിനിസ്ട്രിയാണ്, ഇതൊരു ഓൺലൈൻ മിനിസ്ട്രിയാണ്. എഫഥായി ഇൻ ജീസസ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആമേൻ, അങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള റെവലേഷൻസിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദൈവവചനം പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ ഒന്ന് വളരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് കൂടാവുന്നതാണ്. മീഡിയ മിനിസ്ട്രിയാണ്, ഓൺലൈനാണ്. നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യാവുന്ന മീറ്റിംഗ് ആണ്. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ 5 വർഷത്തിലധികമായി ഈ ശുശ്രൂഷകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട്, ഈവനിങ് 6:30 നമുക്ക് ഈവനിങ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാം. ഞാൻ സന്തോഷം ഞങ്ങളുടെ ഫാമിലി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ സന്ദേശം അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ
നിങ്ങൾ ചുവടെ കണ്ട നമ്പറുകളിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ അയക്കുക. നിങ്ങൾക്ക് മറ്റെന്ത് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ഈ ചാനലിന്റെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ ലഭിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സൂം ID ആവശ്യമുണ്ടെങ്കിലും ആ പ്രെയർ ലൈൻ നമ്പറിൽ സൂം ID ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒന്നുകൂടെ വളരാൻ താല്പര്യമുണ്ട്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒന്ന് ഉറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ എം റെഡി ടു പ്രേ ഫോർ യു. കർത്താവ് നിങ്ങൾക്കായിട്ട് ചെയ്യും. പിതാവേ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കൾക്കായി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് വളരെ താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സ്വീകാര്യ മനോഭാവത്തോടെ ഈ ദൈവവചനം കേട്ട ഈ പ്രിയപ്പെട്ടവരെയും ഇവരുടെ കുടുംബത്തെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഇതിൽ അന്യഭാഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വർഗീയ ഭാഷകളിൽ പ്രാർത്ഥിക്കാൻ, നിറയാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അക്കരം വന്ന് തൊടട്ടെ. ഇവിടെ അധരം ഇപ്പോൾ തന്നെ ചലിക്കാൻ തുടങ്ങട്ടെ, സ്വർഗീയ ഭാഷകളിൽ ചലിക്കാൻ തുടങ്ങട്ടെ. ദൈവത്തിന്റെ തീ വന്ന് ഇവരുടെ മേൽ വീഴുന്നത് ഇവരെ അറിയട്ടെ. എല്ലാ തകർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ, നിരാശകൾ മാറിപ്പോട്ടെ, എല്ലാ രോഗത്തിന്റെ ആത്മാവ് വിട്ടുമാറട്ടെ, എല്ലാ അസമാധാനം വിട്ടുമാറട്ടെ, എല്ലാ അലട്ടുന്ന പ്രയാസങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയമാകുന്ന ഒരു ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ഈ സെക്കൻഡ് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. മഹത്വവും മാനവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God be with you. Thanks for watching. God be with you.